അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിൽ പൂമ ഇന്ത്യൻസ് അധിവസിക്കുന്ന ഒരു മെഡിക്കൽ സെന്ററിൽ കഴിഞ്ഞ വർഷം 2 ആഴ്ചത്തേക്ക് വോളണ്ടറി സർവീസിന് ഞാൻ പോയായിരുന്നു. പൂമ ഇന്ത്യൻസ് അമേരിക്കയിലെ ആദ്യവാസി ഗോത്രങ്ങളിൽപ്പെട്ട ഒന്നാണ്. പൂമ ഇന്ത്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. പൂമ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും 35 വയസ്സിൽ കൂടുതൽ ജീവിക്കാനിടയായി കഴിഞ്ഞാൽ അയാൾക്ക് അവർക്കോ 50% കൂടുതൽ ഡയബറ്റീസ്, പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ പൂമ ഇന്ത്യൻസിൽ ആരെങ്കിലും തന്നെ 60 വയസ്സ് കഴിഞ്ഞ് ജീവിക്കാനിടയായി കഴിഞ്ഞാൽ 100% തന്നെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മലയാളികളിൽ എത്ര ശതമാനം ആളുകൾക്ക് പ്രമേഹമുണ്ട് എന്നതിനെപ്പറ്റി ശരിയായ കണക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ അടുത്ത കാലത്ത് സരസനായ എന്റെ ഒരു സ്നേഹിതൻ പറയുകയുണ്ടായി, മലയാളിയെ സംബന്ധിച്ചിടത്തോളം 35 വയസ്സുവരെ പ്രേമവും അത് കഴിഞ്ഞാൽ പ്രമേഹവുമാണ് ഈശ്വരൻ വിധിച്ചിരിക്കുന്നത്. പ്രേമത്തെപ്പറ്റി പറയുവാൻ ആധികാരികമായ യോഗ്യതകളൊന്നും എനിക്കില്ല. എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, മലയാളികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾക്ക് പ്രമേഹം വളരെ വളരെ സർവ്വസാധാരണമാണ്. എന്റെ രോഗികളിൽ 95% അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ടുള്ള അമേരിക്കക്കാരായിരുന്നിട്ടുണ്ട്. 5% മാത്രമേ മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ പ്രമേഹ രോഗികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രമുഖ സ്ഥാനം മലയാളിക്ക് എന്നും ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രമേഹത്തെപ്പറ്റി എല്ലാ മലയാളികളും അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്നോ നാളെയോ എന്നെങ്കിലുമോ ഈ പ്രമേഹത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിങ്ങളോ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലുമോ പെടുവാൻ സാധ്യതയുണ്ട്. പ്രമേഹം 2 തരത്തിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. പണ്ടുകാലത്ത് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്നും അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ് എന്നും വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളുടെ ഡയബറ്റീസ് പ്രായമായവർക്കും പ്രായമായവരുടെ ഡയബറ്റീസ് കുട്ടികൾക്കും ഉണ്ടാകാമെന്ന് തെളിഞ്ഞതോടുകൂടി ആ പഴയ സംജ്ഞ ഇന്ന് ഉപയോഗിക്കാറില്ല. ഡയബറ്റീസിന്റെ കാരണം നമ്മുടെ പാൻക്രിയാസിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹാർമോണിന്റെ അഭാവം കൊണ്ടോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതുകൊണ്ടോ ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് സാധാരണയായി ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷനെ തുടർന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള പാൻക്രിയാസിലെ എല്ലാ സെൽസും നശിപ്പിക്കപ്പെടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ് എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെ ശരീരം തന്നെ ഈ സെൽസിനെ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്പം പോലും ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല. അവർക്ക് ആജീവനാന്തം ഇൻസുലിൻ കുത്തിവച്ചേ മതിയാകൂ. ഭാഗ്യവശാല് ആകെയുള്ള ഡയബറ്റീസുകാരിൽ 5% കുറവ് മാത്രമേ ഇങ്ങനെയുള്ള രോഗികളുള്ളൂ. എന്നാൽ സാധാരണ ഞങ്ങളൊക്കെ കണ്ടുവരുന്ന രോഗികളിൽ 95% അധികവും ടൈപ്പ് 2 ഡയബറ്റിക് ആൾക്കാരാണ്. ഇവർക്ക് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഇൻസുലിന് ശരീരത്തിന്റെ കോശങ്ങളിൽ സെൽസിൽ ചെന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിന്റെ ഇന്ധനമായിട്ടുള്ള ഗ്ലൂക്കോസ് ബേൺ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള കഴിവ് കുറവിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. നിർഭാഗ്യവശാല് മലയാളികളുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഡയബറ്റീസിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും പിന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളതും പ്രധാനമായി 4 ലക്ഷണങ്ങളാണ്: പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ ആൻഡ് അൺഹീലിംഗ് അൾസേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അതായത് അമിതമായ മൂത്രമൊഴിച്ചിൽ, അമിതമായ ദാഹം, അമിതമായി ഭക്ഷണത്തിനു വേണ്ടിയുള്ള വിശപ്പ്, ശരീരത്തിലെ ഉണങ്ങാത്ത വ്രണങ്ങൾ. ദയവ് ചെയ്ത് ആരും തന്നെ ഈ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്.
ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യപ്പെടുകയും അത് ചികിത്സിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പലപ്പോഴും ഈ ലക്ഷണങ്ങളിൽ പലതും പ്രത്യക്ഷപ്പെടുന്ന സമയം കൊണ്ട് നമ്മുടെ കിഡ്നിയിലോ നമ്മുടെ ഹൃദയത്തിന്റെ രക്തധമനികളിലോ കണ്ണിലെ റെറ്റിനയിലോ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഡയബറ്റീസ് കണ്ടുപിടിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ നിബന്ധനയനുസരിച്ച് 40 വയസ്സാകുന്ന എല്ലാ വ്യക്തികളും ആദ്യമായി ബ്ലഡ് ഷുഗർ ചെയ്തിരിക്കണം. ബ്ലഡ് ഷുഗർ നോർമൽ ആണെങ്കിൽ വീണ്ടും എല്ലാ 3 വർഷത്തിനിടയിലും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിരിക്കണമെന്നാണ് നിർദ്ദേശം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു 35 വയസ്സിലെങ്കിലും ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങിയിരിക്കണം. എല്ലാ 2 വർഷങ്ങൾക്കിടയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. എപ്പോഴാണ് ഒരു രോഗി ഡയബറ്റിക് ആണെന്ന് നമ്മൾ സാധാരണ പറയുന്നത്? പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ബ്ലഡ് ഷുഗർ 126 അതിൽ കൂടുതലോ ആണെങ്കിൽ ഡയബറ്റിക്കായി കരുതപ്പെടുന്നു. ഈ അടുത്ത ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ 140 ആയിരുന്നു ഈ സംഖ്യ. ഈ 140ന് മുകളിലോട്ട് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡയബറ്റിക് ആയിട്ട് കരുതപ്പെടത്തുള്ളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ഇംഗ്ലണ്ടിലും നോർവേയിലും യൂറോപ്പിന്റെ മറ്റു പല ഭാഗങ്ങളിലും ചെയ്തുള്ള ടെസ്റ്റുകൾ 126 മില്ലിഗ്രാം കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകുന്ന അവസരത്തിൽ നിങ്ങളുടെ ഹൃദയധമനികൾക്കും കിഡ്നികൾക്കും അപകടമുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇന്ന് ലോകത്തിലെ പ്രശസ്തങ്ങളായ പല സർവകലാശാലകൾക്കും എന്തുകൊണ്ടോ മലയാളിയുടെ ഡയബറ്റീസിലും അവരുടെ ജീനിലും പ്രത്യേക താൽപര്യം ജനിച്ചിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഉൾപ്പെടെ. അതിനു കാരണം മലയാളി എന്ന ജനവിഭാഗം ലോകത്തിന്റെ ഒരു ഭാഗത്ത് മറ്റ് എത്നിക് സങ്കലനം കൂടാതെ കഴിഞ്ഞു വന്നതുകൊണ്ട് നമ്മുടെ ജീൻ പൂളിനെ പറ്റി കൂടുതൽ പഠിച്ചാൽ ഡയബറ്റീസിനെ പറ്റി ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത അനേകം ഉത്തരങ്ങൾ നമ്മളുടെ ജീൻ പൂളിന്റെ കുനക്കുരുക്കുകളിൽ കണ്ടുപിടിച്ചേക്കാമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. വരുന്നയാഴ്ച ഡയബറ്റീസിന്റെ ആധുനിക ചികിത്സകളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം.